വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനകരമായ പരാമർശങ്ങൾ നടത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് രംഗത്ത്. വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുമെന്ന വീരവാദമാണ് ഇവിടെ മുഴക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കുമെന്ന ഒരു വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഖവാജ ആസിഫ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടത്തിയ ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആഘാതം ഇന്നും പാകിസ്ഥാനെ അലട്ടുകയാണ്. അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും ഇത്തരം ഒരു ഭീഷണി സന്ദേശം ഇപ്പോൾ പുറത്തു വരുന്നത്. അവർക്ക് വ്യക്തമായ ഒരു സൂചനയുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചങ്കുറ്റത്തോടുകൂടി തന്നെ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്ന് പോലും അത് സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനകരമായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആയതിനാൽ തന്നെ പാകിസ്ഥാന്റെ ഈ വെല്ലുവിളികൾ ഇന്ത്യയുടെ രോമത്തിൽ പോലും ഏശില്ല എന്നതാണ് വാസ്തവം. ഇന്നും അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യക്കുള്ളിലേക്ക് വിഹരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലഷ്കർ ഭീകരനെ പിടികൂടിയെന്ന വാർത്ത. മാത്രമല്ല, ഈ ഭീകരനാകട്ടെ ആ അതിർത്തി ഗ്രാമങ്ങളിൽ അവിടെ തമ്പടിക്കുകയും സ്ലീപ്പർ സെല്ലുകളെ വളർത്തിയെടുക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയതായി കണ്ടെത്തുകയും ഇയാളുടെ പക്കൽ നിന്നും മാരകമായ ആയുധങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സമീപകാല സംഭവങ്ങളിൽ പാകിസ്ഥാൻ ആകട്ടെ വലിയ രീതിയിൽ ഒരു ഭയപ്പാട് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എന്നതിന്റെ തെളിവാണിപ്പോൾ പ്രതിരോധ മന്ത്രിയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, എന്തിനും സജ്ജമായി തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ന് ഇന്ത്യയുടെ ആയുധ കലവറ തിങ്ങി നിറഞ്ഞതുമാണ്. അത്യാധുനികമായ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് ആയുധ കലവറ വലിയ രീതിയിൽ അത് സമ്പുഷ്ടമായി തന്നെ ഇരിക്കുകയാണ്. ആയതിനാൽ തന്നെ ശക്തമായ ആക്രമണം നടത്തിയാൽ പോലും അതിനെ ചെറുത്തു നിൽക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കുമെന്നതാണ് വാസ്തവം. അതുമാത്രമല്ല, ഇനി പാകിസ്ഥാന് നേരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ പൂർണ്ണമായും ഇല്ലാതാകുമെന്നതിലും സംശയമില്ല. ഇന്ത്യയുടെ ഏത് ആക്രമണത്തിനും പാകിസ്ഥാന്റെ പ്രതികരണം വേഗതയേറിയതും നിയന്ത്രിതവും അതുപോലെ നിർണായകവുമായിരിക്കുമെന്നതായിരുന്നു ഖവാജ ആസിഫ് അവിടെ വെല്ലുവിളി നടത്തിയത്. ഇന്ത്യയുടെ അയൽ രാജ്യത്തു നിന്നുള്ള ഏതൊരു തെറ്റായ നീക്കത്തിനും നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതപൂർവവും നിർണായകവുമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശങ്ങൾക്ക് മറുപടിയായി തന്നെ ഖവാജ ആസിഫ് പ്രതികരണം നൽകിയിരിക്കുന്നത്. പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ആകട്ടെ വലിയ രീതിയിൽ സിയാക്കോട്ടിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാക് സ്വദേശികളുടെയോ അവരുടെ തന്നെ ആളുകളെയോ അവരുടെ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും തന്നെ ഉപേക്ഷിച്ച ശേഷം അവർ ഭീകരരായിരിക്കുന്നുവെന്ന് ഒരു പ്രചരണം നടത്തി വ്യാജ ഓപ്പറേഷൻ നടത്താൻ പദ്ധതി ഇടുന്നതായി തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ പുറത്തുവിടാൻ ഖവാജ ആസിഫ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് നൽകിയ $3.5 മില്യൺ കടം തിരികെ ചോദിച്ചുകൊണ്ട് UAE രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്നാലെ തന്നെ മുഴുവൻ തുകയും ഏപ്രിൽ അവസാനത്തോടുകൂടി തന്നെ അവിടെ തീർക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പാകിസ്ഥാൻ ക്യാബിനറ്റ് മന്ത്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്നുകൊണ്ട് ഗൾഫ് രാജ്യത്തിനുണ്ടായ ശത്രുതാപരമായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ അനുവദിച്ച വായ്പകൾ ഉടൻ തന്നെ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നാലെ തന്നെ മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന് മന്ത്രി സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കുടിശ്ശിക തുകയുടെ ഒരു ഭാഗം നിക്ഷേപമാക്കിക്കൊണ്ട് മാറ്റുന്നതിനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് സമാന്തര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.